മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം മക്കളെ. അപ്പോൾ രാത്രി നമ്മൾ അടുക്കളയൊക്കെ തുടച്ച് റാക്കൊക്കെ തുടച്ച് ഒരു കഞ്ഞിക്കുറുക്കലിൻ്റെ 2-3 ഇല അവിടെ വെച്ച് പോയതാണ്. രാവിലെ അടുക്കള വന്ന് തുറന്നു കഴിഞ്ഞാൽ മക്കളെ നല്ലൊരു സ്മെല്ലാണ്. ഒരു നല്ല കഞ്ഞിക്കുറുക്കലിൻ്റെയും നല്ല ഈ മീൻ്റെയും ഇറച്ചിൻ്റെയും അങ്ങനത്തെ ഒരു മണങ്ങളും ഉണ്ടാവില്ല, വെളിച്ചെണ്ണൻ്റെയും ഒന്നും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കണേ കോഴിമുട്ടാണ് മക്കളെ. കോഴിമുട്ട കറിയാണ് വെക്കാൻ പോകുന്നത്. അതിൽ ചെറിയ ഉള്ളി നല്ലോണം അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ മുറിച്ചിടുകയാണ് മക്കളെ. ഇന്ന് കോഴിമുട്ടക്കറി നെയ്സത്തിരി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഇന്ന് കുറേ ദിവസമായി ഇപ്പോൾ നെയ്സത്തിരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അന്നാനും ഹംദാനും വിളിച്ചിരിക്കുന്നു. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്നുണ്ട്. ഓരോ പണി ചെയ്യുന്നവർക്കൂടെ വേറൊരു പണിയും കൂടി നോക്കുകയാണ് കേട്ടോ മക്കളെ. ഒരു പണി തന്നെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടികളെ വലിയാപ്പം എപ്പോഴും പറയും 10 പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 പത്തിരി കരിഞ്ഞു പോകും എനിക്ക്. അത് മൂപ്പര് പറഞ്ഞതില്ലാത്തതൊന്നല്ല. ഞാൻ ഇതൊന്നും ഇട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുട്ടികളെന്താക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇസ്തിരി ഇടാൻ വേണ്ടി പോകും. എന്തെങ്കിലും ഒരു പണിയാകുമ്പോൾ മറന്നു, അല്ലെങ്കിൽ വാഷിംഗ് മെഷീന് വെള്ളം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങി പോകും. അപ്പോഴത്തേക്ക് അടുപ്പത്ത് പത്തിരി അടിച്ചത് മറന്നു പോകും. ഇത് സ്ഥിരമായിട്ടാണ് മക്കളെ. അപ്പോൾ കോഴിമുട്ട കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് മക്കളെ. ഇന്ന് തേങ്ങ ചിരണ്ടി കോഴിമുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെനക്കെട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. തക്കാളി ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ നല്ല വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ തേങ്ങ കലക്കി പാരണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊടി നന്നാക്കിയിട്ട് അടുപ്പത്തിട്ട് വെട്ടി തിളപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുന്നു പൊന്നാര കുട്ടികളെ. ഞാൻ അതൊന്നും നല്ലോണം കുഴയ്ക്കണം. ഈ പൊടി കുഴക്കാൻ തേങ്ങ ചിരണ്ടാനൊക്കെ മെഷീൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലതാണ്. കാരണം മെഷീനിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് ആ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഉറയുമ്പം വെട്ടിപ്പോണമെന്ന്. അതേമാതിരി അന്ന് ആ പൈസയായിട്ട് എൻ്റെ കൂടെ വലിയാപ്പം വന്നത് ഇന്നാ വാങ്ങിത്തരാറുണ്ട്. അവിടെയൊക്കെ അന്നൊരു ഓർഡർ സാധനമില്ല, തീർന്നു പോയി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ആ പൈസ അരിയിലൊക്കെ നീങ്ങി മക്കളെ. പിന്നെ മരുന്ന് എങ്കിലും ഒക്കെ എല്ലാം കൂടി ആയിട്ട് ആ പൈസ തീർന്നു പോയി. അല്ലാന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ വാങ്ങിപ്പോയിന്. ഈ തേങ്ങ ചിരണ്ടൽ, പത്തിരി പൊടി കുഴക്കൽ, തേങ്ങ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ, വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച പണിയാണ്. പക്ഷെ ചെയ്യാതൊക്കെ നിവർത്തിയില്ല മക്കളെ. പിന്നെ എല്ലാം നമ്മൾ പണിക്കൊരാളെ വെക്കണം. അത് നമ്മൾ സ്വപ്നത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ, പണിക്കൊരാളെ വെക്കുക എന്നുള്ളതൊക്കെ. അല്ല നമുക്കൊരു പണിക്കൊക്കെ ആളെ വെക്കാൻ എവിടുന്ന് കഴിയാനാ പൊന്നാര കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് കഴിയൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിനൊരു പണിക്കൊരാളായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പൊന്നാര കുട്ടികളെ. പിന്നെ വേറെ എന്തൊക്കെ, അപ്പം ജാറിലൊക്കെ നല്ലോണം തേങ്ങ നല്ലോണം അരിയും കേട്ടോ. സുജാതൻ്റെ മിക്സി അതിനെ കൂടെ നല്ല നെയ്യ് പോലെ തേങ്ങ അരിഞ്ഞ് കിട്ടും. എത്ര ഇതുള്ള തേങ്ങ അതിന്. അപ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ട നല്ലോണം ഒന്ന് കഴുകി അത് ഉടച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക മക്കളെ. നേരിട്ട് അങ്ങോട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. കാരണം എന്താ പറയുക, എന്തെങ്കിലും ചിലപ്പോൾ ചോരൻ്റെ പാടുള്ളത് കോഴിമുട്ട ഉണ്ടാവും, ചിലപ്പോൾ കേടുള്ള കോഴിമുട്ട ഉണ്ടാവും. കോഴിമുട്ടൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലേക്ക്, ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു ഉണ്ണി പൊട്ടിച്ച് വയ്ക്കും. എന്നിട്ട് ആ ഉണ്ണിക്ക് കുഴപ്പമില്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കും. ആ കുഴപ്പമില്ലാത്ത ഉണ്ണീൻ്റെ കൂടെ കേടുള്ള ഉണ്ണിയും കൂടി അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ 2 കോഴിമുട്ടയും കേടുവരല്ലോ വെച്ചിട്ട് അങ്ങനെയാണ് മക്കളെ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇതൊക്കെ ചൂട് തണിഞ്ഞ് വേഗം കുഴച്ച് റെഡിയാക്കുകയാണ് പൊന്നാര കുട്ടികളെ. ഇത് കുഴക്കണം. അനാനും ഹംദാനും 2 എണീറ്റിക്കണ് പഠിക്കുന്നുണ്ട്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ ഒരു സമാധാനം. ചില സമയത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചും കൊണ്ടായിരിക്കും മക്കളെ ഞാൻ എൻ്റെ പണികളൊക്കെ എടുക്കുക. എന്തൊക്കെയോ ചിന്തകളാണ് മക്കളെ. എൻ്റെ കൂടെ തന്നെ സഹായിക്കാൻ എൻ്റെ ബാക്കിൽ എൻ്റെ ഒരു മോളുണ്ടെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും. ഒന്നിനും ആവതില്ലാത്തൊരു മോളാണ്. പിന്നെ ഇപ്പോൾ ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുക. മക്കളൊന്ന് വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരെ കൊണ്ട് ചെയ്യിക്കാലോ എന്നും തോന്നിപ്പോവും. പിന്നെ ഞാൻ പറയാം, മക്കൾ പഠിക്കുന്ന മക്കളല്ലേ, ആവതില്ല മക്കളെ. ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ക്ഷീണം ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ പൊടി എടുക്കുക, കുഴയ്ക്കുക, വലിയൊരു തട്ടിൽ എത്ര പൊടി വേണമെങ്കിലും പെട്ടെന്ന് കുഴയ്ക്കാൻ. ഇപ്പോൾ കൈക്ക് വലിയൊരാവതൊന്നുമില്ല. എന്നാലും നമ്മൾ കുഴച്ച് റെഡിയാക്കി പത്തിരിയാക്കി ചുട്ട് എൻ്റെ മക്കളെ തിന്നിപ്പിച്ച് സ്കൂൾ പറഞ്ഞയക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് മക്കളെ. പിന്നെ ഞാൻ വിചാരിക്കും മക്കളും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 2 മാത്രമാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കലുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചൂടാക്കി തിന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും തിന്ന് മുണ്ടാതെ അവിടെ കുത്തിരിക്കും. ഇതിപ്പോൾ അതല്ല, നമ്മൾ അടുക്കള നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വെക്കലും തിന്നലും ആയിട്ട് നല്ല ഉഷാർ തന്നെയാണ്. കുട്ടികൾ ഇവിടെ 10 ദിവസം ഇല്ലാത്ത സമയത്ത് പഠിച്ചോനെ അടുക്കളയിലേക്ക് പോയി നോക്കാൻ കഴിയൂല. ഇനി ഒന്നില്ല, പാത്രങ്ങളൊക്കെ ഉണങ്ങി കിടക്കുക, വെച്ച പാത്രമൊക്കെ കമത്തി വെച്ച പാത്രമൊക്കെ അതേപോലെ ഉണ്ടായിന് മക്കളെ. എടുക്കാനുമില്ല പിടിക്കാനുമില്ല. പത്തിരിക്കല്ലും മറ്റേതും മറിച്ചതൊക്കെ പൂ പിടിച്ചിന് പടിയൊക്കെ ഓരോ സംഗതികൾ. കാരണം ഉപയോഗിക്കാതാകുമ്പോൾ എന്ത് സംഗതി വെച്ചാലുണ്ടാവില്ല ഒരു പൂ പിടിക്കൽ മഴക്കാലമായി കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ഇനി മക്കളെ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ അതാണ് പൊടി ഇങ്ങനെ എടുക്കണ്, ഉരുട്ടണ്, പരത്തണ്, കുറച്ച് മെഴുക്കാക്കി കഴിഞ്ഞാൽ വേഗം ഉരുണ്ട് വരും കേട്ടോ. നമ്മൾ ഈ റാക്കിൻ്റെ ഉള്ളിൽ ചാക്കാന്ന് പറഞ്ഞാൽ നല്ലതാണ്. കാരണം എളുപ്പം പണി കഴിഞ്ഞ് പത്തിരിക്കല്ലൊന്നും എടുക്കാനും പരത്താനും ഒന്നും നിൽക്കണ്ട. നമ്മളെ റാക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. 24 മണിക്കൂറും തടിച്ചിട്ടും തുടച്ചിട്ടും കഴുകിയിട്ടും കൊണ്ടിടക്കണ റാക്ക് കല്ലല്ല മക്കളത്. ഈ കല്ലൊക്കെ ആകുമ്പോൾ ഒരു കേടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ. ചിലർ പറയും ഈ റാക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. ഒരു കുഴപ്പമില്ല മക്കളെ, നമ്മൾ റാക്കിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് പരത്തൽ കേട്ടോ. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ.
ഇത് കഴിഞ്ഞിട്ട് വേണം മക്കളെ വേറൊരു പണിയിലേക്ക് നീങ്ങാനെത്തി. അതിന് അലാറം അടീന് ഒച്ച കേൾക്കുന്നുണ്ട്. അലാറം ഇങ്ങനെ അടീനുണ്ട്. കുറച്ച് തിരുമ്പാൻ മെഷീനിലേക്ക് കിട്ടീന്. അപ്പോൾ അതിൻ്റെ അലാറം അടീനുണ്ട്. അങ്ങനെയുള്ള ആ പണികളും ചെയ്യും വേണോ, കുട്ടികളെ കാര്യങ്ങളും നോക്കണോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോളെ വിളിച്ചോണ്ടി ഓളെയും ഓക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണോ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഇന്ന് നല്ല തലവേദന ഉണ്ട് മക്കളെ. കുറേ നേരമായി ഞാൻ അവിടെ ഇരുന്ന് നോക്കി, ഒരു 10 മിനിറ്റോളം ഇരുന്ന്. തലവേദന പെട്ടെന്ന് എണീറ്റതിനെ കൊണ്ടാണോ ഞാൻ ലേശം ഒന്ന് നേരം വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊരു വെപ്രാൾ തനി. പിന്നെ എന്താ മക്കളെ, പൊടി നമ്മൾ പരത്തുന്ന പ്രസ് ഉണ്ടല്ലോ, പ്രസ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് ആക്കി വെക്കട്ടെ. ഒരു 10-20-15 കൊല്ലത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു ഈ പ്രസ്. കളറൊന്നും നിങ്ങൾ നോക്കണ്ട, അടിപൊളി സംഗതിയാണ് മക്കളെ. നല്ല കാനുള്ള സൈസാണിത്. അതിൻ്റെ പിടിച്ചിട്ട് അവിടെ ഒരു കളർ വ്യത്യാസം വന്നതാണ്. എന്നാലും ഇതിനുണ്ടല്ലോ നല്ല സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കും എന്താ അതിൻ്റെ കളർ ഇങ്ങനെ, ഒരു കളറും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ പത്തിരീൻ്റെ ഉണ്ട വെക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് എനിക്ക് വെക്കുണ്ടാകുക, ഞാനും അങ്ങനെ തന്നെ വെക്കുക മക്കളെ. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് പത്തിരി ഇങ്ങനെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അതേപോലെ തന്നെ കല്ലടുപ്പത്ത് വെച്ചിങ്ങനെ, പത്തിരിക്കല്ല് അടുപ്പത്ത് വെച്ചിങ്ങനെ 4 എണ്ണം 3 എണ്ണമൊക്കെ ഒന്നിച്ച്, 4 5 എണ്ണമൊക്കെ ഒന്നിച്ച് ചൂടാം. ഞാൻ ചില സമയത്ത് 4 എണ്ണം ആക്കും, ചില സമയത്ത് 3 എണ്ണം ആക്കും. അപ്പോൾ അതുകൊണ്ട് ആ പത്തിരിക്കല്ല് ഇങ്ങനെ ചൂടായി വന്നതിനെ കൊണ്ട് നമ്മളിതാ ആ പത്തിരിക്കല്ലിലേക്ക് ഇടുകയാണ്. അങ്ങനെ അത് ഇട്ട് അങ്ങനെ വെന്തോട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ആ പണിയും കൂടി തീർന്നാൽ സമാധാനമായി പൊന്നാര കുട്ടികളെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഞാൻ എണീറ്റ് പോയിക്കിന് മക്കളെ ഇസ്തിരിടാനും, കുട്ടികളുടെ ഇസ്തിരിട്ട് വെച്ച്, ദിയമോളുടെ ഇസ്തിരിട്ട്, അനാൻ്റെ ഇസ്തിരിട്ട്, അങ്ങനെ 3 ആളത് 3 ഭാഗം ഇസ്തിരിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഒന്നിൻ്റെ മുകളിൽ ഷർട്ടിന് കുടുക്ക് നഷ്ടപ്പെട്ടെന്ന് കണ്ടത്. പിന്നെ ആ ഷർട്ട് ഇസ്തിരിട്ടൊരു വെറുതെ ആയിപ്പോയി. പിന്നെ വേറെ ഒന്നും ഇടും, നമുക്ക് ഒഴിവില്ല. ഞാൻ പോയി സെക്കൻഡ് നമുക്ക് ഒഴിവ് കിട്ടണില്ല പൊന്നാര കുട്ടികളെ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, വെറുതെ കുത്തിരിക്കാനും ആക്കാനൊക്കെ പൂതിയുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഇരിക്കാനൊക്കെ നല്ല പൂതിയുണ്ട്, പക്ഷേ ഒഴിവ് കിട്ടൂല. പിന്നെ സ്കൂൾ ഇതാ മക്കളെ പരീക്ഷ തുടങ്ങിയതിനെ കൊണ്ട് മക്കൾക്ക് സ്കൂളിൽ വന്നാൽ പഠിക്കാനുണ്ടാവും. അങ്ങനെ രാവിലത്തെ ചായ കുടിച്ചില്ല. ഇനി പണി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ കുറേ നേരമായി തണുച്ച് വെച്ചിരിക്കുന്ന മക്കളെ, അതൊന്ന് വലിച്ച് കുടിക്കണം വിചാരിച്ചിട്ട്. ഇപ്പോൾ ആദ്യത്തെ മാതിരി വല്ലാതെ ചായ കുടിക്കൽ കുറവാണ്. കാരണം ഇനി എന്താ പറയുക, നമ്മളെ ഷുഗർ കാര്യങ്ങളൊക്കെ വന്നുകൂടണ്ടെന്ന് പേടിച്ചിട്ട് ഞാനിപ്പോൾ നിർത്തിക്കുന്നു. കാരണം എൻ്റെ ഉമ്മക്ക് ഷുഗർ വന്നിരുന്നു, ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഷുഗർ വന്നിരുന്നു. അപ്പോൾ ആ ഒരു പേടി വലിയാപ്പം എപ്പോഴും പറയും, എൻ്റെ ഉമ്മക്ക് ഷുഗർ ഉണ്ടേ നല്ലോണം ശ്രദ്ധിച്ചോണ്ടി, ചായ കുടിക്കണ്ട മക്കളും പറയും. അങ്ങനെ ആയിട്ട് ഇപ്പം വളരെ ചുരുക്കി വന്നിക്കണം. ആദ്യം കുടിക്കുന്നതിൻ്റെ ഒരു കുറവ് വന്നിട്ട് ചായ കുടിക്കൽ അങ്ങനെ കാണും മക്കളെ. അപ്പോൾ എനിക്കുള്ള സമാധാനക്കേട് വേറെ ഒന്നല്ല, ഓരോന്നാലോചിക്കുമ്പോൾ ഒരുപാട് സമാധാനക്കേട് മാത്രമേ ഉള്ളൂ മക്കളെ. ചിലപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് എല്ലാവരും കിടക്കണം, വലിയാപ്പയും മക്കളൊക്കെ കിടക്കുന്നുണ്ട്. നെഞ്ചുവേദന വന്നപ്പോൾ ഞാൻ വേഗം എണീറ്റിരുന്ന് കുറച്ച് നേരം ഞാൻ എന്തെല്ലോ ആലോചിച്ച് എൻ്റെ അമ്മനെ ഉറക്കത്ത് കണ്ട്. അങ്ങനെ എന്തോ ഒരു നെഞ്ചുവേദന എന്നെ സൈഡിൽ കൂടെ അങ്ങനെ വേദന, കയ്യിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഒരു വേദന വന്ന് പിന്നെ അത് അങ്ങനെ കുറഞ്ഞതിൻ്റെ മുമ്പേ ഞാൻ എൻ്റെ 2 മക്കളെ എൻ്റെ അടുത്ത്, ദിയമോള് കിടക്കണ മോളെ കൂട്ടത്തിലാണ്. ഈ 2 മക്കളെ ഞാൻ കുറേ ആലോചിച്ച്, പഠിച്ചോനെ ഇന്നപ്പം വിളിക്കല്ലേ റബ്ബേ, കാരണം എൻ്റെ മക്കൾ വയ്യാതാരായി പോവും, മക്കൾ സ്നേഹം കിട്ടാതെ വളരുന്ന മക്കളായിപ്പോവും. കാരണം മക്കൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ജീവിക്കാമെന്നല്ലാതെ സ്നേഹിക്കുകയും സ്നേഹം കൊടുക്കാനും ആളില്ലാത്തൊരു കോലത്തിലാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് നല്ലോണം ദുആ ചെയ്ത്, പഠിച്ചോനെ എൻ്റെ റബ്ബേ എന്നെ ഇപ്പം കൊണ്ടുപോകല്ലേ, എൻ്റെ മക്കളെ ഒന്നൊരു വഴിയിൽ എളുപ്പം വെച്ചിട്ട് കൊണ്ടുപോയിക്കോ, അതുവരെ എൻ്റെ മക്കൾക്കൊരു തണിയായിട്ട് ഇങ്ങനെ ഇവിടെ നിർത്ത് റബ്ബേ എന്നൊക്കെ ഞാൻ കുറേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പറഞ്ഞൊക്കെ ചെയ്ത് മക്കളെ. അങ്ങനെ കുറേ ചൊല്ലി പറഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ആ വേദനയൊക്കെ വേറെ വഴിക്ക് എവിടേക്കോ പോയി മറിഞ്ഞ് സമാധാനമായി. അങ്ങനെ മക്കളെയും കെട്ടിപ്പിടിച്ച് കുറേ ഐറ്റങ്ങൾ തലയൊക്കെ തടവി കൊടുത്ത്, പാവം പൈത മക്കൾ 2 ഉറങ്ങാൻ. എന്നെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല, വലിയാപ്പ അപ്പുറം വലിയമ്മ അപ്പുറം, മക്കൾ 2 പിന്നെ നടുക്കും കിടക്കും. ദിയമോൾ ആദ്യം നമ്മളെ കൂടെ, ദിയമോൾക്കും കിടക്കാൻ ഇഷ്ടമാണ് എൻ്റെ കൂടെ. പക്ഷേ ദിയമോൾ ഞമ്മി ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടക്കണതാണ്. അവളിപ്പോൾ ഇന്നലെ രാത്രിയും വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, ഞാനിങ്ങനെ പെട്ടെന്ന് നെത്തുവേനയും വന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വന്നതേനല്ലോ, അതിനും കൂടി എൻ്റെ കൂടെ കിടത്തേനല്ലോ എന്നൊക്കെ തോന്നിപ്പോയി മക്കളെ ഞാൻ. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പണികളൊക്കെ തീർക്കാന്ന് പറഞ്ഞാൽ ആവതില്ല മക്കൾ. ആദ്യത്തെമാതിരിയുള്ള പണിയെടുക്കാനുള്ള ഒരു ആവതും ഇപ്പം എനിക്ക് വരുന്നില്ല. ആദ്യമൊക്കെ വേഗം സ്പീഡ് ഉണ്ടായിന്, ഇപ്പം സ്പീഡ് കുറഞ്ഞിരിക്കുന്നു അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണുന്ന ലൈക്കും സബും ചെയ്യണം മറക്കരുത് കേട്ടോ മക്കളെ.